ഇപ്പോൾ മാസ്കറ്റ് ഹോട്ടലിന് മുന്നിൽ നിന്നും സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, ഈ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തി ഈ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളുടെ ഭാഗമായി രജിസ്റ്റർ പരിശോധിച്ചു. ഈ രജിസ്റ്റർ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം അവർ കൊണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അന്വേഷണ സംഘം അവിടെ നിന്ന് പോയോ? കാവ്യ, നിലവിൽ അന്വേഷണ സംഘം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സിദ്ദിഖും അതുപോലെ തന്നെ പരാതി ഉന്നയിച്ച നടിയും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടുള്ളൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ അത് ഈ പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ ഈ രജിസ്റ്ററിൽ ഇരുവരുടെയും പേര് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയുടെ മൊഴി പൂർണ്ണമായും ശരിയാണ് എന്ന് മനസ്സിലായി എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തണോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാര്യം. 2016 ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ മസ്കറ്റിൽ ഹോട്ടലിൽ എത്തിയ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് നടി വെളിപ്പെടുത്തലായി മാധ്യമങ്ങളോടും അതിനൊപ്പം തന്നെ DGPക്ക് നൽകിയ പരാതിയിലും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അത് സാധൂകരിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഈ രണ്ടുപേരും അന്നേ ദിവസം ഈ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളാണ് രജിസ്റ്ററിൽ ഇരുവരുടെയും പേരുകൾ എന്നുള്ളത് തന്നെയാണ്. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് രജിസ്റ്ററിൽ നിന്ന് ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അല്പം മുൻപാണ് അന്വേഷണ സംഘം ഈ തെളിവെടുപ്പ് പൂർത്തിയായി മസ്കറ്റ് ഹോട്ടലിൽ നിന്നും അന്വേഷണ സംഘം തിരിച്ച് യാത്ര പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. സിദ്ദിഖിനെ കാണാൻ നടി എത്തി എന്നുള്ള തരത്തിലാണ് ഇവിടെ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ റിസപ്ഷനിലെ രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പുവെച്ചാണ് നടി റൂമിൽ എത്തിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ സിദ്ദിഖിന് മുറി ഉണ്ടായിരുന്നത് ഈ മസ്കറ്റ് ഹോട്ടലിലെ 1ാമത്തെ നിലയിലാണ് സിദ്ദിഖ് അന്ന് മുറി എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് ഈ നടി എത്തിയത് പ്രിവ്യൂ ഷോ കഴിഞ്ഞ് നടി എത്തിയത് ഈ പേരെഴുതി ഒപ്പുവെച്ചതിന് ശേഷം മാത്രമാണ് മുറിയിലേക്ക് ഈ നടി പ്രവേശിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് അന്വേഷണ സംഘം SIT സംഘം ഇന്ന് നടത്തിയ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉള്ളൊരു തെളിവ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ രജിസ്റ്റർ ഹാജരാക്കാൻ വേണ്ടി മസ്കറ്റ് ഹോട്ടലിന് അന്വേഷണ സംഘം ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിൽ ഈ രജിസ്റ്റർ 2016 രജിസ്റ്റർ പരിശോധിച്ച സമയത്താണ് ഇത്തരത്തിലുള്ളൊരു കാര്യം വ്യക്തമാകുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് സിദ്ദിഖും അതിനൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിച്ച നടിയും ഇത്തരത്തിൽ ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്തുകയും ഈ സിദ്ദിഖ് എടുത്ത മുറിയിലേക്ക് നടി കയറിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ തെളിവെടുപ്പ് കഴിഞ്ഞ് അന്വേഷണ സംഘം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ചർച്ചയ്ക്ക് വേണ്ടിയാണ് താൻ എത്തിയതെന്നുള്ളൊരു കാര്യമാണ് നടി പറഞ്ഞിട്ടുള്ളത്. ഈ നടി ചർച്ചയ്ക്ക് വേണ്ടി ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്തുകയും ഈ ചർച്ചയ്ക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു കാര്യം സിദ്ദിഖ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു കാര്യം നടി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. അതിനുശേഷം നടി കഴിഞ്ഞ ദിവസം DGPക്ക് ഇമെയിലിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ മസ്കറ്റ് ഹോട്ടലിലെത്തി റിസപ്ഷനിലെ രജിസ്റ്റർ ബുക്ക് പരിശോധിച്ചത്. ഈ പരിശോധനയ്ക്ക് ശേഷം നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം മസ്കറ്റ് ഹോട്ടലിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. കാവ്യ, ഈ രജിസ്റ്റർ പരിശോധന അല്ലെങ്കിൽ ഈ രജിസ്റ്റർ കൈമാറണം എന്ന വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിലയ്ക്കുള്ള കാര്യങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അവിടെയുള്ള ജീവനക്കാരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സുലേഖ? നിലവിൽ രജിസ്റ്റർ പരിശോധന മാത്രമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ജീവനക്കാരുടെ മൊഴിയെടുക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ, പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ രജിസ്റ്റർ പരിശോധിച്ചു എന്നുള്ളൊരു കാര്യം അത് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ രജിസ്റ്ററിൽ നിന്ന് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ്റെയും അതിനൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിച്ച നടിയുടെയും പേരുകൾ
പേരുകളും ഒപ്പുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അന്നേ ദിവസം ഇരുവരും ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതായിട്ടുള്ള ഒരു വിവരമാണ് ഇത്തരത്തിൽ രജിസ്റ്ററിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനൊപ്പം തന്നെ ഈ നടിയുടെ മാതാപിതാക്കളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യും, ഈ മാതാപിതാക്കളെയും മൊഴിയെടുക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന സമയത്ത് നടി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, താൻ ഈ കാര്യം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ളൊരു തീരുമാനവും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും ഈ നടി നൽകിയ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം മസ്കറ്റ് ഹോട്ടലിലെത്തി പ്രാഥമിക തലം എന്ന തരത്തിൽ ഈ ഹോട്ടലിന്റെ രജിസ്റ്റർ ബുക്ക് പരിശോധിക്കുകയും ഇത്തരത്തിൽ രജിസ്റ്റർ ബുക്കിൽ രണ്ടുപേരുടെയും, അതായത് ആരോപണ വിധേയനായ സിദ്ദിഖ് എന്ന് പറയുന്ന നടന്റെയും അതിനൊപ്പം തന്നെ ആരോപണം ഉന്നയിച്ച വ്യക്തി യുവനടിയുടെയും പേരുകളും അതിനൊപ്പം തന്നെ ഒപ്പുകളും ഈ രജിസ്റ്റർ ബുക്കിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇന്ന് നടിയുടെ രഹസ്യമൊഴി, ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യമൊഴി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് കേൾക്കുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. കാവ്യ, എത്ര സമയം ഈ ഒരു അന്വേഷണ സംഘം അവിടെ തുടർന്നിരുന്നു? ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഒരു പരിശോധനയാണോ, അതോ ചുരുങ്ങിയ സമയം കൊണ്ട് രജിസ്റ്റർ പരിശോധന മാത്രം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നോ? ആ നിലയ്ക്കുള്ള വിവരങ്ങൾ ഈ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? കാവ്യ, ഇന്ന് രാവിലെ 10:30 ശേഷമാണ് ഈ അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 10:30 ശേഷം ഇവിടെ അന്വേഷണ സംഘം എത്തുന്നു. അതിനുശേഷം ഈ രജിസ്റ്ററുകൾ പരിശോധിക്കുന്നു. കാലങ്ങൾ മുന്നേ, അതായത് 5-6 വർഷം മുന്നേ ഉള്ളൊരു രജിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ രജിസ്റ്റർ പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ രജിസ്റ്റർ പരിശോധിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ രജിസ്റ്ററിൽ രണ്ടുപേരുടെയും പേരുകൾ ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതായി കണ്ടെത്തുന്ന, അല്ലെങ്കിൽ പറയുന്ന തരത്തിൽ ഈ രണ്ടുപേരുടെയും പേരുകളും ഒപ്പുകളും ഒക്കെ തന്നെയും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തെളിവാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ നടി ആരോപണം ഉന്നയിച്ച ദിവസം, അതായത് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ വൈകുന്നേരത്തോടുകൂടി ഈ മസ്കറ്റ് ഹോട്ടലിൽ നടി എത്തുന്നു. സിനിമയുടെ ചർച്ച എന്ന തരത്തിലാണ് ഈ നടി ഈ മസ്കറ്റ് ഹോട്ടലിലേക്ക് നടൻ സിദ്ദിഖിന്റെ അടുത്തേക്ക് എത്തുന്നത്. അതിനുശേഷം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് നടി ഉന്നയിച്ചൊരു ആരോപണം, നടൻ സിദ്ദിഖിനെതിരെ ഉന്നയിച്ചൊരു ആരോപണം എന്ന് പറയുന്നത്. അത് സാധൂകരിക്കുന്ന തരത്തിൽ നടൻ സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിന്റെ 1-ാമത്തെ നിലയിൽ ഇത്തരത്തിൽ മുറിയെടുത്തിരുന്നു. ആ മുറിയിലേക്ക് നടി പരിശോധന നടന്നു. സുലേഖ, ഇപ്പോൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ രജിസ്റ്റർ അനുസരിച്ച് ഇപ്പോൾ സിദ്ദിഖിനെതിരായി അവിടെ ഉണ്ടായിരുന്നു എന്ന നിലയ്ക്കൊരു തെളിവ് അല്ലെങ്കിൽ ലഭിക്കുമ്പോൾ അത് സിദ്ദിഖിനെതിരായ തെളിവാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ മുറിയിൽ ഒരു പരിശോധന, അതിന് ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഈ ഹോട്ടലിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് എത്തും എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും കാവ്യ, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ മുറിയിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ നടി ആരോപണം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു മുറി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഈ മുറി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു സംഘം അല്ലെങ്കിൽ മറ്റൊരു ടീം വരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ രജിസ്റ്റർ മാത്രമാണ് ഇവിടെ എത്തി പരിശോധിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കാവ്യ, ഇന്നെത്തിയ അന്വേഷണ സംഘത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ സുലേഖ? കാവ്യ, നിലവിൽ പ്രാഥമിക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക തെളിവെടുപ്പ് എന്ന രീതിയിലാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിലെ 2 പേർ മസ്കറ്റ് ഹോട്ടലിലെത്തി ഈ രജിസ്റ്ററുകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും തുടർ തെളിവെടുപ്പുകളും അന്വേഷണങ്ങളും പരിശോധനകളും ഇനിയും തുടരേണ്ടതുണ്ട്. നിലവിൽ ഈ അന്വേഷണ സംഘത്തിലെ 2 പേർ മാത്രമാണ് ഈ മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും തെളിവെടുപ്പുകളും അതിനൊപ്പം തന്നെ പരിശോധനകളും
നടക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് എന്തായാലും 2 പേർ മാത്രമാണ്, അന്വേഷണ സംഘത്തിലെ 2 പേർ മാത്രമാണ് ഈ മസ്കറ്റ് ഹോട്ടലിലെത്തി രജിസ്റ്റർ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് പ്രാഥമിക തലത്തിലുള്ള തെളിവെടുപ്പ് എന്ന തരത്തിലാണ് ഈ രജിസ്റ്റർ പരിശോധിച്ചിട്ടുള്ളത്. കാരണം മുറിയെടുക്കുന്ന സമയത്ത് നമ്മൾ പേരുകളും ഒക്കെ തന്നെയും എഴുതി നൽകിയിട്ടാണ് ഈ മുറിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഈ അന്വേഷണ സംഘം രജിസ്റ്റർ പരിശോധന ഇന്ന് നടത്തിയിട്ടുള്ളത്. കാവ്യ, ഇപ്പോൾ സുലേഖ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ രജിസ്റ്ററിൽ ഇവർ അവിടെ ഉണ്ടായിരുന്നു ഒരേ സമയം എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രാഥമികമായി നടന്ന തെളിവെടുപ്പിൽ ലഭിച്ച തെളിവുകൾ സിദ്ദിഖിനെതിരാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ തുടർ പരിശോധന ഈ വിഷയത്തിൽ ഇതേ മസ്കറ്റ് ഹോട്ടലിൽ അടക്കം കേന്ദ്രീകരിച്ചുണ്ടാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ തിരക്കിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി ഇന്നോ നാളെയോ പരിശോധന ഉണ്ടായേക്കാം എന്ന് നമ്മൾ കാണേണ്ടേ? തീർച്ചയായും കാവ്യ, വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദിഖിനെതിരെയുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ നടി ആരോപിച്ചതുപോലെ തന്നെ ഈ സംഭവം നടന്ന ദിവസം മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖിന്റെ പേരിൽ മുറിയെടുക്കുന്നു. ആ മുറിയിലേക്ക് നടി സിനിമാ ചർച്ച എന്ന പേരിൽ എത്തുന്നു. അത് കൃത്യമായ രീതിയിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും മസ്കറ്റ് ഹോട്ടലുമായും മറ്റ് തിയേറ്ററുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പലും പരിശോധനയും അതിനൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെയും നടക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ, തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാവ്യ. ഇന്ന് നിലവിൽ രണ്ടുപേർ, അന്വേഷണ സംഘത്തിലെ 2 പേരാണ് മസ്കറ്റ് ഹോട്ടലിലെത്തി ഇത്തരത്തിൽ രജിസ്റ്ററുകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ രജിസ്റ്റർ പരിശോധനയിൽ എന്തായാലും സിദ്ദിഖ് ഈ മസ്കറ്റ് ഹോട്ടലിന്റെ 1-ാം നിലയിൽ യുവതി നടി ആരോപണം ഉന്നയിച്ച ദിവസം 1-ാം നിലയിൽ മുറിയെടുത്തിട്ടുണ്ട്. ആ മുറിയിലേക്ക് ഈ നടി വൈകിട്ടോടുകൂടി നടി മുറിയിലേക്ക് സിനിമാ ചർച്ച എന്ന പേരിൽ നടി എത്തിയിട്ടുമുണ്ട്. ഇതിനുള്ള തെളിവുകൾ, കൃത്യമായ തെളിവുകൾ, രേഖ അടങ്ങിയ തെളിവുകൾ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ തുടർ അന്വേഷണങ്ങളും അതിനൊപ്പം തന്നെ പരിശോധനകളും തെളിവെടുപ്പുകൾ ഒക്കെ തന്നെയും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാവ്യ, ശരി സുലേഖ.